ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടൊരു പുതിയ ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഹെയർ ബോസ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ മുത്തുകൾ, അങ്ങനെ നെയിം ബീഡ് ഒക്കെ വെച്ചിട്ട് നമ്മളിപ്പം കുറേ ഡിസൈൻസ് കണ്ടല്ലോ. ഇനിയിപ്പോൾ അതല്ലാതെ ഇതിൻ്റെ ബാലൻസ് വരുന്ന, അതായത് ഈ ഹെയർ ബോസ് ഉണ്ടാക്കിയിട്ട് ബാലൻസ് വരുന്ന പീസ് വെച്ചിട്ട് എങ്ങനെ ഒരു പുതിയ ഐഡിയ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനാദ്യം തന്നെ വേണ്ടത് ഒരു നെറ്റിൻ്റെ പീസാണ്. ആ നെറ്റിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ത്ത് ഒരു 6 സെൻറ്റിമീറ്ററും ലെങ്ത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എടുക്കുന്തോറും ഇതിന് ഭംഗി കൂടും. അതിൻ്റെ ആ ഒരു ബോയിൻ്റെ ഷേപ്പിന് നല്ല ഭംഗി കൂടും. ഞാനിപ്പോൾ ഒരു 35 to 45 ആ സെൻറ്റിമീറ്ററിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല ഭംഗിക്ക് കിട്ടും. അപ്പോൾ അതെടുത്ത് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ അതിൻ്റെ ഒരു സൈഡ് സൂചി വെച്ചിട്ട് തുന്നി കൊടുക്കുക. എന്നിട്ട് ടൈ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നല്ലൊരു ഭംഗിയുള്ളൊരു ബോ ആയി കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് വന്നിരിക്കുന്ന ഏത് കളറാണോ നിങ്ങൾക്ക് അതിന് മാച്ചിങ് അനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്രീനാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ നെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്കൊരു ഷേപ്പിനാക്കി എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേ ടങ്കീസിൻ്റെ നൂലോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നൂല് വെച്ച് കെട്ടിക്കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടെ ടൈറ്റായിട്ടിരിക്കാൻ നല്ലത്. ഞാൻ ഈ സമയത്ത് മറ്റേ എന്താ ഗ്ലൂ ഗണ്ണില്ലേ, അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് ഗ്ലൂ ഗണ്ണ് അത്ര പെർഫെക്റ്റായിട്ട് ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒട്ടുന്നുണ്ടായില്ല. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ നല്ല ഭംഗിക്ക് കിട്ടാനും സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ആ പശ കാണാതിരിക്കാൻ, ഗ്ലൂ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ മറ്റേ ആ ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് യൂസ് ചെയ്യാം. ഒന്ന് ടിക് ടാക്കിനകത്തോ അലിഗേറ്റർ ക്ലിപ്പിനകത്തോ എന്തിനകത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് പോലെ ഹെയർ ബോയ്ക്കകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് എന്താ പറയുക, ചെറിയ സിൽവർ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ മുത്തുകളൊക്കെ വെച്ച് ബീഡ്സൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പൂ ഉണ്ടായിരുന്നു, അതാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോയ് ആണിത്. പുതിയൊരു ഐഡിയയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.